ഏറ്റവും നല്ല ക്രമസമാധാന സംവിധാനമുള്ള നാടാണ് ഈ നാട്. ഇവിടെ ഒരു പ്രശ്നമില്ല. ഏത് സ്ത്രീക്കും ഏത് പാതിരാത്രിയും എവിടെയും ഇറങ്ങി നടക്കാം. ഇതെല്ലാം നിൽക്കുകയാണ്. സൈബറിൽ ഇപ്പോൾ ഈ പോലീസിൻ്റെ ഇടപെടലിൽ സംസ്ഥാന നാഷണൽ അവാർഡ് ഇപ്പോൾ ഒരാഴ്ച മുമ്പാണ് ഈ സംസ്ഥാനത്ത് നിന്ന് കിട്ടുന്നത്. ഇങ്ങനെയൊക്കെ നന്മയോടുകൂടി പ്രവർത്തിക്കുന്ന, സത്യസന്ധരായി പ്രവർത്തിക്കുന്ന IPS ഉദ്യോഗസ്ഥരും അവർക്ക് താഴെയുള്ള ഒരുപാട് പോലീസ് ഓഫീസർമാരും സാധാ പോലീസുകാരും ഒക്കെയുള്ള ഈ ഒരു നല്ല ഒരു സിസ്റ്റത്തെ ഈ വിരലിലുണ്ടാവുന്ന ചില ക്രിമിനൽ സംഘങ്ങൾ തകർത്ത് മനുഷ്യൻ്റെ മുമ്പിൽ പോലീസുകാരനാണ് എന്ന് പറഞ്ഞ് പുറത്തിറങ്ങാൻ കഴിയാത്ത വിധമാക്കുകയാണ്. അതിജീവിതകളുമായൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇനി പുറത്തു വരാൻ നിൽക്കുന്നേ ഉള്ളൂ. ഇവരൊക്കെ മനുഷ്യരാണെന്ന് നമുക്ക് തോന്നിപ്പോകും. മനസ്സിലായില്ലേ? കേസിൽ ഉൾപ്പെട്ട മക്കളുടെ വീട്ടിൽ അവർ ജയിലിലായി കഴിഞ്ഞാൽ ഭർത്താവ് ഇല്ലെങ്കിൽ രാത്രി പോയിട്ട് വീടിന് പോയിട്ട് വാതിലിൽ മുട്ടുന്ന ഡാൻസ് ഓഫുകാർ ആരാ നേതൃത്വം നൽകുന്നത്? ഈ IPS ഓഫീസർ സുജിത്താസ് അല്ലേ? പുതുതായി ഈ സേനയിലേക്ക് കടന്നു വരുന്നവർക്ക്, ചെറുപ്പക്കാർക്ക് എന്താ അവർക്ക് കൊടുക്കാനുള്ള മെസ്സേജ്? എന്ത് തമ്മാടിത്തം ചെയ്തോ എൻ്റെ കൂടെ നിന്നാൽ മതി. കൊന്നാലും കൊല വിളിച്ചാലും കട്ടാലും വ്യഭിചരിച്ചാലും ബലാത്സംഗം ചെയ്താലും രാത്രി വീടിന് പോയി വാതിലിൽ മുട്ടിയാലും ഞാൻ സംരക്ഷിക്കും. പക്ഷേ നിങ്ങൾ എൻ്റെ അടിമകളായിരിക്കണം. എവിടെ എത്തും ഈ പോലീസ്? അവിടെയാണ് നിന്റെ വിഷയം. അതുകൊണ്ടാണ് ഞാനിത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കൃത്യമായി പരിശോധിക്കണം. സ്വർണ്ണമൊക്കെ തട്ടിയാൽ കാശേറ്റ് പോയി, അത് പോട്ടെ, അതതിൻ്റെ വേറെ വഴിക്ക് നടക്കട്ടെ. പക്ഷേ ഇവിടെ വിശ്വസിച്ച് മനുഷ്യൻ്റെ രത്താണി എന്ന് ഓടിക്കയറുന്ന ഒരു അതിജീവിത ചെന്നൊരു പരാതി പറയുമ്പോൾ എന്നെ ഇങ്ങനെ പീഡിപ്പിച്ചെന്ന് പറയുമ്പോൾ നീ വാ ബാക്കിൽ നിന്ന് സ്റ്റേറ്റ്മെൻ്റ് എടുക്കാം എന്ന് പറഞ്ഞു കൊണ്ടുപോയി വീണ്ടും പീഡിപ്പിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ നാട്ടിലുണ്ടെങ്കിൽ എന്താ സ്ഥിതി? ആരവരെ സംരക്ഷിക്കുന്നത്? അത് തന്നെയാണ് ഇവിടുത്തെ വിഷയം. അല്ല, PV Anwar ഭ്രാന്തായിട്ടൊന്നുമല്ല. ഇത് പറയണ്ടേ? എത്ര കാലം ഇത് ഒളിച്ചു വെക്കും? ഇത്രയും വിഷയത്തിൽ പറയാനുള്ളൂ. ഇത് സമയങ്ങളുണ്ട്. ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ പരാതി പറയുന്ന MLA-ൻ്റെ ഇത് നീളുന്നുണ്ട്. അതെ, നാളെ മറ്റന്നാളെ കൊടുക്കും. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ആഭ്യന്തരമന്ത്രിയുടെ നെഞ്ചത്തേക്ക് ഇത് തിരിച്ചിട്ട് കാര്യമില്ല. ഇത് പാർട്ടി അന്വേഷിക്കും. ഇതെല്ലാം ആ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ ആ മറക്കപ്പുറത്തേക്ക് പോകുന്നില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ നാടിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് ഉള്ള വിഷയങ്ങളിൽ തന്നെ അദ്ദേഹത്തിന് സമയമല്ല. എന്തെല്ലാം കാര്യങ്ങൾ ഈ നാടിന് ചെയ്തിട്ടുള്ളൊരു ഗവൺമെൻറ്റാണ്. ഈ 8 വർഷം കൊണ്ട് ഈ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യർക്ക് ഇത്രമാത്രം ആശ്വാസം നൽകിയ ഒരു ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ്റിന് മനുഷ്യർക്ക് ആശ്വാസവും ഈ നാടിൻ്റെ വികസനമായിട്ട് പോവുകയാണ്. അപ്പോൾ കുറച്ച് പോലീസുകാരെ പൊളിറ്റിക്കൽ സെക്രട്ടറി ഏൽപ്പിച്ച് അത് കൃത്യമായി നിർവഹിക്കുമെന്ന് പറഞ്ഞു. അവർ വഞ്ചിച്ചാൽ എന്ത് ചെയ്യും? ഞാനിതിന് മുമ്പും പറഞ്ഞതാണ്. നമ്മളെ ഭാര്യ മക്കളെ നമ്മളെ വഞ്ചിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ കഴിയില്ല. ഈ ചോദ്യം ചെയ്യിക്കുന്ന നിങ്ങളെയും ഗതി അതാണ്, ഈ ഇരിക്കുന്ന എൻ്റെയും ഗതി അതാണ്. ഇത് 2010 മാഷ. അത് നിങ്ങൾ കാര്യം നിങ്ങൾ മനസ്സിലാക്കി. ഈ റിപ്പോർട്ട് കൊടുക്കാൻ 2023 ഈ റിപ്പോർട്ട് പൂഴ്ത്തി ഞാൻ പറഞ്ഞത്. ആ കേസ് നടക്കുന്നത്. ഈ റിപ്പോർട്ട് പരിശോധിക്കണ്ടേ? ഈ റിപ്പോർട്ട് ഈ പറയുന്നതാണ് ഈ പറഞ്ഞത്. എന്നാൽ ഈ റിപ്പോർട്ട് കൊടുക്കുന്നത് 23-നാണ്, 10/5-ന് 11/5-ന്. ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസ് അറിഞ്ഞു. ഓഫീസിൽ വിശ്വസിച്ച് ഏൽപ്പിച്ചവർ പൂഴ്ത്തി. അതാ ഞാൻ പറഞ്ഞത്. അല്ല, പാർട്ടി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നാ അവിടെ എടുക്കൂലേ? പാർട്ടി ഇതിന് വെക്കുവോ? പാർട്ടിയെ മുഴുവൻ ഇരുട്ടിൽ നിർത്തിയിരിക്കല്ലേ? അല്ല, പാർട്ടി ഇപ്പം അറിയല്ലോ, അറിഞ്ഞ നടപടി എടുക്കുമല്ലോ. പാർട്ടി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ നിലപാടെടുക്കാതിരിക്കാൻ കഴിയുമോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്? ആയിക്കോട്ടെ. അല്ല, അദ്ദേഹത്തിന്റെ ഈ മികവ് എന്താന്നുള്ളത് ഞാൻ ഈ പറഞ്ഞതിൽ വാസ്തവം ഉണ്ടോന്നില്ല. പാർട്ടി അന്വേഷിച്ചുണ്ട്. എങ്ങനെ
ഇല്ല, അതിൻ്റെ പുനരന്വേഷണം, അതിൻ്റെ അന്വേഷണമൊക്കെ വേറെ നടക്കുന്നുണ്ട്. വരട്ടെ, തെളിവുകൾ വേറെ വരട്ടെ, നമുക്ക് അപ്പാലേക്കുന്നത് അവിടെ എത്തുമ്പോൾ നോക്കാം നമുക്ക്. ഞാൻ ആ കാര്യത്തിൽ എൻ്റെ അഭിപ്രായം മിനിയാന്ന് നിങ്ങളോട് പറഞ്ഞില്ലേ? ഇനി പിന്നെ ഞാനത് പറയണോ? ഇത് നിങ്ങളെന്നെ പറയുന്നത് ബോറടിക്കുന്നു. പിന്നെ ബോറടിപ്പിക്കുന്ന ചോദ്യം നിങ്ങൾ തന്നെ ചോദിക്കുക. എനിക്കെന്ത് ചെയ്യാൻ പറ്റും? അത് ഞാൻ തീർത്ത് പറഞ്ഞില്ലേ, മാറ്റാത്തത് എങ്ങനെ മുന്നോട്ട് പോകും? ഒരു സംവിധാനം മുന്നോട്ട് കൊണ്ടേ. അല്ല, അപ്പൊ എനിക്ക് ഓർഡർ ഇടാൻ പറ്റുമോ ഇയാളെ മാറ്റാൻ? എനിക്ക് വാക്കാൻ പറയാന്നല്ലാതെ. എനിക്കതിൽ തിരക്കില്ല മാഷേ, എനിക്കതിൽ തിരക്കില്ല. ഇതിൽ തീരുമാനം ഉണ്ടാകും. അല്ല, ധൃതിയില്ലല്ലോ. അതെ അതെ അതെ, എന്ന് ശരിയാ. പ്രതീക്ഷ റെഡിയായോ? റെഡിയായിട്ടില്ല. അതിന്റെ പിന്നിലെന്താ? അല്ല, ഞങ്ങൾ പിന്നെ ഒരു നമ്പറിലേക്ക് എടുക്കുന്നില്ല, നമ്മൾ പല നമ്പറിലായിട്ട് പല വഴിക്കും നോക്കുന്നുണ്ട്. അപ്പം പുതിയ നമ്പർ എടുത്താൽ തന്നെ സ്ഥിതി വെറുതെ കാശ് പോകുന്നല്ലാതെ. ഏകദേശം ഒരു 2000 ജില്ലാനുണ്ടായി. അതിൽ വേറെ തമാശ എന്താ വെച്ചാൽ, അതിൽ ഈ ഹെൽമെറ്റ് പോയതും മറ്റേ വെയിലി തിരക്കിയതൊക്കെ ഉണ്ട്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, മനസ്സിലല്ലേ? അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് നമ്മളെ സ്ക്രൂട്ടനൈസ് ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് ടെക് സാധനം പോയത്. ഇന്ന് LDF കൺവീനറിൻ്റെ ഒരു പത്രസമ്മേളനം, ഇൻ്റർവ്യൂ എന്തോ കണ്ട് ഞാൻ 24-ൽ അദ്ദേഹത്തിന് അത് കൃത്യമായി പറയുന്നുണ്ടല്ലോ. അതിൽ അൻവർ എഴുതി തന്നിട്ടില്ല. അൻവർ എഴുതി തരട്ടെ, അപ്പോൾ ഈ പാർട്ടി പരിശോധിക്കും. എത്ര ക്ലിയർ സ്റ്റേറ്റ്മെൻ്റാണ്. നിങ്ങൾ ആദ്യം ബഹുമാനപ്പെട്ട പാർട്ടി സെക്രട്ടറി അന്ന് മുഖ്യമന്ത്രിയെ കണ്ട സമയത്ത്, അതിനുശേഷം ശശിയെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് സെക്രട്ടേറിയറ്റ് യോഗത്തിന് അന്ന് ബഹുമാനപ്പെട്ട പാർട്ടി സെക്രട്ടറി പറഞ്ഞു. പൊളിറ്റിക്കൽ സെക്രട്ടറിയെ പറ്റി പരാതിയില്ല. അപ്പോൾ അതുണ്ട് എന്ന രീതിയിൽ വന്നപ്പോഴാണ് എനിക്ക് ആ മുഖ്യമന്ത്രിക്ക് കൊടുത്ത ആ പരാതി അന്ന് നിങ്ങൾക്ക് വാട്സാപ്പ് ചെയ്യേണ്ടി വന്നത്. ഇതൊക്കെ യാഥാർത്ഥ്യമില്ലേ? അപ്പം ഞാനത് പറഞ്ഞിട്ട് എഴുതി കൊടുത്തിട്ടില്ല. ഇനി ഇതാ എഴുതി കൊടുക്കാൻ പോകുന്നു. അത് നോക്കാം നമുക്ക്. അല്ല, അതൊക്കെ വ്യക്തമാകുന്നു. അതൊക്കെ വ്യക്തമാകും. വ്യക്തമാവട്ടെ, നമുക്ക് നോക്കാം. പത്രം പ്രസിദ്ധീകരിച്ച 5 ചോദ്യത്തിന് മറുപടി എന്ന് പറഞ്ഞതിന് പോലും ഇന്നലെ CM ഉദ്യോഗത്തിൽ ഓരോന്നോരോ മറുപടി പറഞ്ഞു. CBM വാർത്താസമ്മേളനത്തിൽ പറയുന്ന വിഷയങ്ങൾക്ക് മുഖ്യമന്ത്രി മറുപടി പറയുന്നില്ല. നിങ്ങൾ മനോരമയും PV അൻവറും ഒരേപോലെയാണോ? നിങ്ങൾ ഞാനൊരു സാധാ പ്രവർത്തകനല്ലേ? അപ്പം മനോരമ അങ്ങനെ ചോദിച്ചാൽ മുഖ്യമന്ത്രി ഉത്തരം പറയണം. ഞാൻ ആ പാർട്ടിയിലെ സാധാ സഖാവ്, ഞാൻ പറഞ്ഞതിനൊക്കെ അപ്പം തന്നെ മുഖ്യമന്ത്രി അപ്പോൾ മറുപടി പറയണം എന്ന് തന്നെ നടക്കുമോ? അങ്ങനെ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. താങ്കളുടെ പരാതിയെ തുടർന്നാണോ അറിയില്ല. എന്തായാലും ഇപ്പോൾ ജില്ലയിലെ മുഴുവൻ DSPമാരെയും SP ഒക്കെ മാറ്റി. സന്തുഷ്ടനാണോ? ഞാൻ ആശ്വാസത്തിലാണ്. സന്തുഷ്ടനാണെങ്കിൽ കുറച്ചുകൂടി മുന്നോട്ട് പോകണം. ആശ്വാസകരമാണ്. പാർട്ടി ഇടപെടുന്നു, ഗവൺമെൻറ് ഇടപെടുന്നു. ആഭ്യന്തര വകുപ്പിൽ നിന്ന് ഒരു നടപടി ഉണ്ടാകില്ല എന്ന് ആവർത്തിച്ച് എല്ലാവരും പറയുമ്പോഴും ഒരു IPSകാരനെ സസ്പെൻഡ് ചെയ്തു, വേറൊരു IPSകാരനെ സ്ഥലം മാറ്റി. ഈ കാരാക്കൂസ് സംഘവുമായി ബന്ധപ്പെട്ടവരും അല്ലാത്തവരുമായ മുഴുവൻ DYSPമാരെയും മാറ്റി. IG-മാരിൽ മാറ്റമുണ്ടായി. ഇനി DIG-മാരിൽ ഇനി IG IDGP ഒക്കെ മാറും. താഴെ മലപ്പുറം ജില്ലയിലെ പോലീസ് CI SI അതിലൊക്കെ മാറ്റം വന്നേക്കാം. എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയും ഗവൺമെൻറ്റും ശക്തമായി ഇടപെടുന്നുമല്ലേ? അപ്പോഴും ഇത് തന്നെ നിങ്ങൾ പറയാണ്. അവിടെയാണ് എൻ്റെ പ്രശ്നം. അവിടെയാണ് നമ്മൾ ഈ ഫൈറ്റ് വരുന്നത്. പോലീസുകാരിലിടയിൽ ആത്മഹത്യയുണ്ട്, അല്ലാത്ത കുറച്ച് വിഷയങ്ങളുണ്ട്. അതെല്ലാം പുറത്തു വരും. ഒരാളൊന്നുമല്ല ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. എത്ര ആൾ ജോലി വിട്ടു പോയിട്ടുണ്ടറിയാം നമുക്ക്? കൂലിപ്പണിക്ക് നടക്കുന്ന രസേനെ കണ്ടു ഞാൻ. കൈക്കോട്ട് പണിക്ക് പോവുക, അവൻ്റെ കൂടനേക്കാളും നല്ല ഇതാന്ന് പറഞ്ഞിട്ട്. ഇതൊക്കെ ഇനി വരാനില്ല. നിങ്ങളൊന്ന് അന്വേഷിക്കും. പക്ഷേ എല്ലാ പണിയും കൂടി തന്നിട്ട് ഞാൻ വരുന്ന സമയത്ത് ഇതെല്ലാം കൂടെ കേട്ടിട്ട് എഴുതാൻ നിൽക്കുക. നിങ്ങൾ ഒന്ന് സഹായിച്ചൂടെ? ഇത് നാട്ടിലെ അങ്ങാടിപ്പാട്ടാണ്. കൊണ്ടോട്ടി അങ്ങാടിയിൽ ആ ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ എയർപോർട്ട് ജംഗ്ഷനിൽ പോയി എന്നാൽ സ്വർണ്ണം കൊടുക്കുന്നവരും കൊണ്ടവരും വിറ്റവരും ചവിട്ടിയവരും കുത്തിയവരൊക്കെ നമുക്ക് കിട്ടും. അതിനൊരു സീക്രട്ടറി ഏജൻസി ഒന്നും വേണ്ട. പച്ചയായി നടന്ന കൊള്ളയല്ലേ, പച്ചയായിട്ട് ഒരു തടസ്സമില്ലാതെ. എന്താ അവരൊക്കെ മനസ്സിലാക്കിയിരുന്നത്?
നിങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ട് ഈ മലപ്പുറത്തെ SP ഉൾപ്പെടെ ചില DSP ഉൾപ്പെടെ സ്ഥലം മാറ്റിയതോടെ ഒരു ഒത്തുതീർപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ അതിലൊരു ഒത്തുതീർപ്പ് വഴങ്ങിയിട്ടില്ല എന്നതാണ് ഇപ്പോൾ ഈ വാർത്തകൾ. ഞാൻ ആ ഭാഗേ ശ്രദ്ധിക്കുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ എന്ത് പറയുന്നു, ആളുകൾ എന്ത് പറയുന്നു, ഒന്നും ഞാൻ ശ്രദ്ധിക്കുന്നില്ല. ഞാൻ ഒറ്റ ഫോക്കസിലാണ് പോകുന്നത്. ആ ഫോക്കസുമായി ഞാൻ മുന്നോട്ട് പോകും. അത് ഞാൻ ആദ്യം സൂചിപ്പിച്ചാണ്. അത് കൃത്യമായി വരും. ഈ പാർട്ടിയെ തളർത്തിയ ഈ ക്രിമിനൽ പോലീസ് ഉദ്യോഗസ്ഥർ, അവരുടെ നടപടികൾ, അവരുടെ ക്രിമിനലിസം, ഈ പാർട്ടിയെയും ഗവൺമെന്റിനെയും അട്ടിമറിച്ച് കളയാം എന്നുള്ള അവരുടെ പരിശ്രമം, അത് ഞാൻ പുറത്ത് കൊണ്ടുവരിക തന്നെ ചെയ്യും. അതിൽ നിന്ന് ഒരാളും ഒഴിവാവില്ല. അത് തന്നെയാണ് എൻ്റെ ആത്യന്തികമായ പ്രശ്നം. ഇവിടെ മനുഷ്യന് ജീവിക്കണ്ടേ, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പ്രവർത്തിക്കണ്ടേ? ഈ പാർട്ടിയെ തളർത്തിയാണെന്ന് പറയുന്നത്. പാർട്ടി തളർന്നിട്ടുണ്ടോ, തളർത്തിയിട്ടുണ്ടോ? അല്ല, പാർട്ടിക്ക് നല്ല ക്ഷീണം വന്നിട്ടുണ്ടല്ലോ. താഴേക്കടയിൽ ക്ഷീണം വന്നില്ല എന്ന് ഞാൻ ഒരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല. പാർട്ടിക്ക് ക്ഷീണം വന്നില്ല, പാർട്ടി പ്രവർത്തകരുടെ മനസ്സിന് ക്ഷീണം വന്നിട്ടുണ്ട്. അത് ഉറപ്പല്ലേ?